ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഈ ആൾ ദൈവങ്ങളെ കുറിച്ചുള്ള സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. കുറേ പേര് ബിലീവേഴ്സ് ആണ്, കുറേ പേര് എത്തിസ്റ്റ്സ് ആണ്. അപ്പോൾ ഇവരെ കുറിച്ചൊന്നും ഇവരുടെ ബിലീഫിനെ കുറിച്ചൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷെ എന്നാലും ആൾ ദൈവങ്ങൾ ദൈവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ അന്ധവിശ്വാസം 2026 ഉൾപ്പെടെയുള്ള സമയത്ത് ആൾക്കാരുടെ അന്ധവിശ്വാസം ഇപ്പോഴും എത്രത്തോളം ഹൈയിലാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, ഈ എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ളത് ലെസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എത്രത്തോളം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു മൂവി 2021 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫെസ്റ്റിവൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പരിപാടിയൊക്കെ ആയിട്ട് അത് നമുക്ക് റിലീസായിട്ടുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ആമസോൺ പ്രൈമിൽ റീസെൻ്റ്ലി റിലീസായിട്ടുണ്ട് ഡക് ഡക് എന്ന് പറഞ്ഞിട്ട്. ഡക് ഡക് എന്ന് പറയുന്നത് ബുള്ളറ്റ് പോകുന്ന സൗണ്ട് ടുക് 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 എന്ന് പറയുന്നത്, അതുപോലെ ഡുക് ഡുക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. 2021 അത് സംഭവം പുറത്തിറങ്ങിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിപ്പോഴാണ് കിട്ടിയത്. 26 അത് കിട്ടിയത്. നോർത്തിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ബുള്ളറ്റ് ബാബ എന്നുള്ളൊരു ഒരു ആൾ ദൈവം, ഒരു വിശ്വാസം നോർത്തിലോട്ട് രാജസ്ഥാനിലുണ്ട്. അപ്പം ഈ ഒരു സ്ഥലം, അതായത് അവിടെ ഉള്ള ബുള്ളറ്റിന് ദൈവീക ശക്തി ഉണ്ടെന്നും അതുകൊണ്ട് അത് ബുള്ളറ്റ് ബാബയാണെന്നും ഇതില് അവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത് ആൽക്കഹോൾ, കള്ളും സിഗരറ്റും ഒക്കെയാണ്. കാരണം ആ ബുള്ളറ്റ് ബാബ എന്ന് പറയുന്ന പുള്ളിക്ക് അതായിരുന്നു അത്രേ ഇഷ്ടം. അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടമായ ആൽക്കഹോളും സിഗരറ്റും കള്ളും ഇതൊക്കെയാണ് പുള്ളിക്ക് അവിടെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. ഇപ്പൊ അവരുടെ വിശ്വസൊക്കെ നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു മനസ്സിൽ വിചാരിക്കുന്ന, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് ഡയറക്ടർ ഋത്വിൻ പരീഖ്, പുള്ളി കൊച്ചിലെ ആ വഴി അവരുടെ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്തിരുന്ന സമയത്ത് ഈ ഈ ഈ ഈ ഒരു അമ്പലം കണ്ടിരുന്നെന്നും ഇതിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കണം, ബുള്ളറ്റ് ബാബയായിരുന്നു. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ പരിപാടി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പേര് അതുപോലെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ രസകരമായിട്ട് ബുള്ളറ്റിനെ ഒരു ലൂണയാക്കി മാറ്റേക്ക്. ലൂണ അറിയാം, നമ്മുടെ MIT അല്ല, അതിന്റെ മറ്റേ ചാമ്പ് പോലത്തെ ഒരു സാധനം തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി കാണുന്ന ആ സാധനം, ആ ഒരു വണ്ടിയാക്കി മാറ്റുകയും വളരെ നോർമൽ ഡെത്തിനെ അത് എങ്ങനെ ഒരു വലിയൊരു സംഭവമാക്കി ആ നാട്ടുകാർ മാറ്റി മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് 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 പെട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് പാടുകൾ. അപ്പം പുറത്തേക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു വന്ന പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാം? നമ്മുടെ അനുരാഗ് കശ്യപ്, വസൻ ബാല, വിക്രമാദിത്യ മോധ്വാനി, നിഖിൽ അദ്വാനി, ഇവരൊക്കെയായിരുന്നു പ്രൊഡ്യൂസറായിട്ട് വന്നത്. പ്ലസ് ഋത്വിക് പരീഖും ഉണ്ടായിരുന്നു വൺ ഓഫ് ദ പ്രൊഡ്യൂസറായിട്ട്. പുള്ളി തന്നെ എൻ്റെ ഡയറക്ടറും കൂടെ. പുള്ളി ഇതിന് വേണ്ടിയിട്ട്, ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 300 ബോട്ടിൽ കള്ളും കുറെ സിഗരറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ കള്ളൊക്കെ കാണാതായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തിയാണ് എന്താണെന്ന് പറയാൻ പാടില്ല. എന്തായാലും രാജസ്ഥാനിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്മുടെ അന്ധവിശ്വാസത്തിനെ എത്രത്തോളം ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതൊരു സൊസൈറ്റി സാധാരണ നടന്ന ഒരു ആക്സിഡന്റിനെ എങ്ങനെയോ കള്ളത്തനമൊക്കെ പറഞ്ഞ് അത് എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ അവർ പിന്നെ കാണിക്കുന്നുണ്ട്. ആ അന്ധവിശ്വാസമല്ല എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓപ്പൺ എൻഡ് ആയിട്ടാണ് ഈ പടം അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ട് നമുക്ക് ചിന്തിക്കാനൊക്കെ, നമുക്ക് നമ്മളെ തന്നെ ചിന്തിക്കുന്നതിന് ശരിക്കും അങ്ങനെ ഒരു പവർ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കപ്പെട്ടു പോകാവുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത് നിർത്തിയിരിക്കുന്നത്. വളരെ രസമായിട്ട് നമുക്ക് ഇരുന്ന് ചില്ലായിട്ട് ഇരുന്ന്, കാരണം ഭയങ്കര ടെൻഷൻ എന്നുള്ള കാര്യങ്ങളിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോഷ്യലി വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഇത് നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ആറാംസെ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് ഇത്. ഡുക് ഡുക് എന്ന് പറയുന്നത് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4 out of 5 for this movie. And if you have seen the movie, just let me know under the comment section. Thank you so very much.